ഹലോ, നമസ്കാരം. ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കല്യാണം അല്ലേ, ഓരോ പെണ്ണിനും ഒരു കല്യാണ ആലോചന വരുന്നു. അപ്പോൾ കല്യാണം പയ്യനും പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ പെണ്ണിൻ്റെ ഒരു മനസ്സിലെന്ന് പറയുന്നത് ആ ഭർത്താവിനോടൊത്തുള്ള സന്തോഷകരമായ ജീവിതങ്ങൾ മാത്രമായിരിക്കും. അതായത് സ്വന്തം വീട്ടിൽ അവൾക്ക് എന്ത് സ്ഥാനമുണ്ടോ അതുപോലെ അവിടെയും ഒരു സ്ഥാനമുണ്ട്. വേറൊരു ലൈഫിലോട്ട് പോകുന്ന ആ സന്തോഷത്തിലായിരിക്കും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന അന്ന് തുടങ്ങും ഓരോ വേർതിരിവ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അവർ ഒരിക്കലും അമ്മായിയമ്മ പ്രശ്നം അങ്ങനെയൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടല്ല അവർ പോകുന്നത്. പക്ഷെ നേരെ അങ്ങ് പോകുമ്പോഴായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാ അവിടെ പോകുമ്പോൾ ഓരോ പെണ്ണ് ആലോചിച്ചിട്ട് പോകുന്ന എങ്ങനെയാണ് ഭർത്താവുമായിട്ടുള്ള ഒരു സന്തോഷകരമായ ലൈഫ്. അത് തന്നെയായിരിക്കും ആ പെൺകുട്ടിക്ക് കല്യാണം കഴിയുന്നതിന് മുമ്പ് ആ പെണ്ണ് കാണൽ ചടങ്ങും ഉറപ്പിപ്പ് ചടങ്ങൊക്കെ കഴിയുമ്പോൾ എല്ലാം ആ പെണ്ണിന് ഓരോ സ്വപ്നങ്ങളായിരിക്കും. ഓരോ നിമിഷവും ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അത്രയും സന്തോഷകരമായിട്ട് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്ത് പ്രശ്നം? ഒരിക്കലും ഭാര്യയും ഭർത്താവും തമ്മിലല്ല പ്രശ്നം ഉണ്ടാകുന്നത്. വീട്ടിൽ വേറെ ആൾക്കാരുണ്ടാകുമല്ലോ, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ. അവർക്കൊരിക്കലും ഈ മരുമോളെ എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കുറ്റം അവർ കണ്ടുപിടിക്കും. അപ്പം ആദ്യം തന്നെ പോകുമ്പോൾ അവരുടെ മകൾ കാണും, അവരുടെ മകളുടെ മക്കൾ കാണും. അപ്പം ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ വേർതിരിവ. ആഹാരം തരുന്നതിൽ ഈ അവരുടെ സ്വന്തം ഭർത്താവിനും പിന്നെ മകനും മകൾക്കും മകളുടെ മക്കൾക്കും എല്ലാം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾക്ക് മരുമോൾക്ക് കൊടുക്കുന്ന അതിൽ വരുന്ന ഇപ്പം മീനാണെങ്കിൽ എന്ത് ചെയ്യും, മീൻ തല മാറ്റി വയ്ക്കും. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇതെനിക്കറിയാവുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ആ തല മാത്രം മാറ്റി വയ്ക്കും. പിന്നീട് ഈ പെൺകുട്ടി പഠിക്കുന്ന പെൺകുട്ടിയായിരിക്കും. അവരുടെ മോളെക്കാട്ടിലും അവരുടെ മകനെക്കാട്ടിലും പ്രായം കുറഞ്ഞ പെൺകുട്ടിയല്ലേ മരുമോളായിട്ട് വരുന്നത്. അപ്പോൾ എന്തു ചെയ്യും, അവരെ മക്കളെക്കാട്ടിലും ഇളയ കുട്ടിയായിരിക്കുമ്പോൾ അത്രയ്ക്ക് ഒരു കെയർ കൊടുക്കണം. അല്ലാതെ ഇവർ വിചാരിക്കുന്ന എന്തായിരിക്കും, അവരുടെ ശത്രു, അവരുടെ പ്രായത്തിനൊത്ത ഒരു ശത്രു പോലെയാണ് ഈ വന്നു കയറുന്ന മരുമോളെ അവർ കണക്കാക്കുന്നത്. ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കാം, പക്ഷെ ഇവർക്ക് ഒരു ഈഗോ അവിടെ ഉണ്ടാവും. ഈഗോ ഉണ്ടായിട്ട് മരുമക്കളായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. പിന്നീട് ഒരു കാര്യം, ഈ കൊച്ചെന്ത് ചെയ്യും, പഠിക്കുന്ന കൊച്ചായിരിക്കും. പക്ഷെ ഇവരെ കണ്ണിലെന്താ, അടുക്കള പണി ചെയ്യാൻ വന്ന ഒരു കുട്ടി. മോള് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജോലി ചെയ്യാൻ പാടില്ല. പക്ഷേ ജോലി ചെയ്യാൻ പാടില്ല. സ്വന്തം മോളാണെങ്കിൽ എന്ത് ചെയ്യണം, അവൾ കല്യാണം കഴിഞ്ഞാലും പഠിക്കണം, അവൾക്ക് ജോലി വേണം. പക്ഷെ മരുമോളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല, പിന്നെ വീട്ടിലെ ജോലികൾ നോക്കണം. അതും ഈ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മായിയമ്മയും അമ്മായിയച്ഛനും ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുക അടുക്കള പണിയെങ്കിലും വേറെ അവർക്ക് ജോലിയൊന്നുമില്ലല്ലോ, വേറെ ജോലിക്കൊന്നും അവരാകുമ്പോൾ അടുക്കള പണിയെങ്കിലും അവർ ചെയ്യുമെന്ന് ഇവർ വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് പഠിക്കാം, പിന്നെ ജോലിയുടെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ എന്നെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ അമ്മായിയമ്മമാരെന്ത് കണക്കാക്കും, ഇവളാണ് പണിക്ക് വന്നവൾ, ഇവളെ ഒരു വേലക്കാരിയായിട്ട് കണക്കാക്കൂ. ഒരിക്കലും വരുന്ന മരുമക്കളെ വേലക്കാരിയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം അവരെന്തെങ്കിലും സ്ത്രീധനമായിട്ട് കൊണ്ടുവരും. ആ പൈസ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ മതി ഇവക്ക് ജീവിച്ച് പോവാൻ. അപ്പോൾ ഇവളെ വേലക്കാരിയായിട്ട് കാണേണ്ട ആവശ്യം എന്താ? എത്രയോ പെണ്ണുങ്ങൾ അനുഭവിക്കുന്നതെന്ന് അറിയാമോ? സ്വന്തം വീട്ടിൽ
ചെറിയ ചെറിയ ജോലികളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഹസ്ബൻഡിനെ നോക്കണം. അത് അവരെ കടമയെന്ന് പറയാം. കല്യാണം കഴിഞ്ഞ് പരസ്പരം ഭാര്യയും ഭർത്താവുകൾ തമ്മിലുള്ള സുഖദുഃഖങ്ങളിലെല്ലാം പങ്കുചേരണം. ശരി. എന്നിട്ട് അമ്മായിയമ്മയെ നോക്കണം, അമ്മായി അച്ഛനെ നോക്കണം. പിന്നെ അമ്മായിയമ്മ എന്ത് ചെയ്യും? മോളെ എന്നും വീട്ടിൽ കയറ്റും. എന്നിട്ട് അവൾക്ക് ഒന്നും ചെയ്യണ്ട, അവൾക്ക് പഠിക്കാം, ജോലി ചെയ്യാം, എല്ലാം ജോലിക്ക് പോവാം. പക്ഷേ മരുമോളെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും മരുമോളെ വിട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഉള്ള കുത്തുവാക്കുകളെല്ലാം കേൾക്കുകയും വേണം.